ഓ ശരി, ഓക്കെ, നമുക്ക് നാളെ ഡീൽ ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ആരാ? സഹദേവേട്ടനല്ലേ? അതെ, എനിക്കറിയാം. ഇത്രയും നേരവും കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. ആരാന്ന് പറയേ? ബന്ധുവാ. ആര്? എന്റെ അമ്മയും സഹദേവേട്ടന്റെ അമ്മയും ബന്ധുക്കളാ. അപ്പൊ ഞാനും സഹദേവേട്ടനും ബന്ധു. ബന്ധുവിന്റെ പേരെന്താ? താമര. ഓ, വണ്ടർഫുൾ നെയിം. താങ്ക്സ്. ചാറ്റ് ചെയ്യാറുണ്ടോ? ഏയ്, അങ്ങനത്തെ ഒരു ചീത്തശീലം എനിക്കില്ല. അമ്മ തല്ലും. ഞാൻ ചോദിച്ചത് ഇന്റർനെറ്റിൽ ചാറ്റ് ചെയ്യാറുണ്ടോന്നാ. ഓ അതാണോ? കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ചേരാൻ പോയതാ. ആദ്യ ദിവസം ക്ലാസ്സിന് പോയപ്പോ വഴിയിൽ മുഴുവൻ ചെളി. ഞാനിങ്ങ് തിരിച്ചു പോന്നു. ആരൊക്കെ പ്രേരിപ്പിച്ചാലും ചെളി ചവിട്ടരുതെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നെ. കമ്പ്യൂട്ടർ പഠിക്കണം. അതിന്റെ ലോകം വളരെ വിസ്തൃതമാണ്. ഒരു ക്ലിക്കില് നമുക്ക് ലോകത്തെ മുഴുവൻ കാണാം. ബൈ ദ ബൈ, താമരയമ്മയും എത്ര ദിവസം ഇവിടെ കാണും? എന്തിനാ? ഏയ്, വെറുതെ ചോദിച്ചതാ. തീരുമാനിച്ചില്ല. ഒക്കെ അമ്മ പറയും. എന്റെ ഏട്ടന്മാരെയൊക്കെ പരിചയപ്പെട്ടോ? പക്ഷേ അവരൊന്നും സഹദേവേട്ടനെ പോലെ അല്ല. അതെന്താ? എല്ലാവരും ഗൗരവക്കാരാ. സഹദേവേട്ടൻ എന്ത് സിമ്പിളാ. താങ്ക് യു. എന്നാ പിന്നെ താമര പോയിക്കോ. എന്റെ അമ്മോ, ഏട്ടന്മാരെ. എന്തായിടി, സംസാരിച്ചോ? എന്നിട്ടെന്താ നിനക്കൊരു സന്തോഷമില്ലാത്ത? അമ്മടി കണ്ടി, ഒന്ന് പോ. നിനക്ക് ശരിക്കും പിടിച്ചൂല്ലേ? സഹദേവേട്ടനെ കാണാതെ വേറെ വല്ല തീരുമാനം എടുത്തിരുന്നെങ്കിൽ കുഴപ്പമായാനെ. എന്ത് സുന്ദരനാ. മീശയില്ല. അത് മുളച്ചോളും, ചെറുപ്പല്ലേ. മീശ വേണ്ടമ്മേ. വേണ്ടെങ്കി വേണ്ട. എന്ത് രസാ സംസാരം കേൾക്കാൻ. ഈ പൊട്ടന്മാരുടെ അനിയനാന്ന് തോന്നുകയില്ല. കമ്പ്യൂട്ടർ എഞ്ചിനീയറാ. എന്നോടേ കമ്പ്യൂട്ടർ അറിയുമെന്ന് ചോദിച്ചു. അന്ന് ഞാൻ കമ്പ്യൂട്ടറിന് പോയപ്പോ നിർത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ നിർത്തിയതാണോ? നീ സാറിന്റെ പിന്നീന്ന് മാറണില്ലെന്ന് പറഞ്ഞ് അങ്ങേരുടെ ഭാര്യ വന്ന് പറഞ്ഞതല്ലേ? ഒന്ന് പോ അമ്മ. അല്ല മോളെ, കമ്പ്യൂട്ടർ അറിഞ്ഞുകൂടാന്നും പറഞ്ഞ് അവനിനി കെട്ടില്ലെന്ന് പോലും പറഞ്ഞോ? അങ്ങനൊന്നും പറഞ്ഞില്ല. നന്നായി. നാളെ തന്നെ നീ പറയണം നിന്നെ കമ്പ്യൂട്ടർ പഠിപ്പിച്ചു തരാൻ. എന്നിട്ട് അവന്റെ അടുത്ത് തന്നെ ഇരുന്നോ. വിദ്യാഭ്യാസത്തിലൂടെ എന്തെങ്കിലും നേടാൻ പറ്റുമെന്ന് പറയുന്നതേ വെറുതെ അല്ല. ഹോ, ഇവിടുത്തെ സ്വത്തിന്റെ 5-1 കിട്ടിയാലും നമുക്ക് സ്വർഗ്ഗമാണ് മോളെ. അല്ലമ്മേ, ചേട്ടന്മാരൊന്നും കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ സഹദേവേട്ടനും കല്യാണം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞ ഒരു പെണ്ണ് വിചാരിച്ച ഏതാണിന്റെ മനസ്സ് മാറും മോളെ. ദേ, അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് മോളങ്ങ് തുടങ്ങിക്കോ. പ്രേമിച്ച് പ്രേമിച്ച് ദേ അവനെങ്ങ് വശം കിടത്തണം. എന്നിട്ട് രണ്ടാളും കൂടെ ഒളിച്ചോടിക്കോ. അപ്പൊ എന്റെ മോളെ കാണാനില്ലെന്ന് പറഞ്ഞേ ഞാൻ ഈ തള്ള കുരിശിക്കേറ്റും. അവസാനം നിന്റെ മരുമോളായിട്ട് ഇവിടെ സ്വീകരിക്കുകയും ചെയ്യും. ദേ, പിന്നെ ബാക്കിയുള്ള 4 കെട്ടാതിരിക്കാൻ നമ്മൾ നോക്കണം.
പിന്നെ ഈ കോവിലാത്ത സ്വത്തെല്ലാം നമുക്ക്. ഓ എന്റെ പൊന്നേ, അമ്മ ഒരുപാട് കണക്ക് കൂട്ടല്ലേ, ഇതൊക്കെ നടക്കണ്ടേ അമ്മേ? നടക്കൂടി, ഞാനേ നടത്തിയെടുക്കും. ദേ എന്റെ പൊന്നു മോളല്ലേ, നീ ഒന്ന് നിന്ന് തന്നാ മാത്രം മതി.